ആചാര്യ ടി വി ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ എൻ്റെ ജ്യോതിഷ വിഷയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വിഷയം ഇതാണ്. ഈ ഭഗവാനെ പ്രാർത്ഥിച്ചാൽ എത്ര കടുത്ത ശത്രുദോഷവും അകന്നു പോകും. ഈ ഭഗവാനെ പ്രാർത്ഥിച്ചാൽ, ഏത് ഭഗവാനെ പ്രാർത്ഥിച്ചാൽ? അപ്പം മറ്റു ഭഗവാന്മാരെ പ്രാർത്ഥിച്ചാൽ ഫലം കിട്ടൂലെന്നല്ല ഞാൻ പറയുന്നത്. എന്നാൽ ഈ ഭഗവാന് എല്ലാ ഭഗവാന്മാർക്കും ഭഗവതിമാർക്കും ഒക്കെ പ്രത്യേക ഓരോരോ ശക്തികൾ ഉണ്ടാവുമല്ലോ, ഇല്ലേ? ആ ശക്തിയെ വെച്ച് ചില കാര്യങ്ങളിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാം, ഇല്ലേ? ചില കാര്യങ്ങളിൽ ചിലപ്പോൾ നമുക്കതിന് തടയിടാനും സാധിച്ചെന്ന് വരും. ചില ഉപദ്രവങ്ങളിൽ നിന്നുള്ള ദോഷങ്ങളൊക്കെ മാറ്റിത്തരാനും ആ ദേവന്മാർ വിചാരിച്ചാൽ നടക്കും, ഇല്ലേ? ഇത് അന്ധവിശ്വാസമൊന്നുമല്ല, ദൈവവിശ്വാസം തന്നെയാണ്. ശത്രുദോഷം ഇല്ലാത്തവർ ആരാണുള്ളത്, ഇല്ലേ? ശത്രുദോഷം ഒട്ടുമിക്ക ആൾക്കാർ. ഒരുവൻ എങ്ങനെയെങ്കിലും ഒന്ന് ഉയർന്നു വന്നാൽ പിന്നെ അവന് 100 ശത്രുക്കളായിരിക്കുള്ളൂ. അതിന് അന്ധവിശ്വാസം എന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ല. ഒരുവൻ എങ്ങനെയെങ്കിലും ഒന്ന് ഉയർന്നു വന്നാൽ പിന്നെ അവനില്ലാത്ത ഇതില്ല, ദോഷങ്ങളില്ല എന്ന് പറയും ചിലവർ. അവന് അത്ര ദുഷിപ്പായിട്ട് പറയും. അപ്പോൾ ശത്രുക്കളല്ല അവന് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ പല വിധത്തിൽ നമുക്ക് ശത്രുത ദോഷം പലർക്കും ഉണ്ടാവും, ഇല്ലേ? സ്വന്തം സഹോദരന്മാർ തമ്മിൽ ശത്രുത എന്തോരം പേർക്കുണ്ട്, ഒരുപാട് പേർക്കുണ്ട്. സഹോദരന്മാർ, കൂട്ടുകാർ തമ്മിൽ ശത്രുതയില്ല, ഇഷ്ടം പോലെ കൂട്ടുകാർ തമ്മിൽ ശത്രുത ഉണ്ടാവും. ഒരാൾ പറഞ്ഞത് വേറൊരാൾക്ക് പിടിക്കില്ല. എന്തിന്? കുടുംബത്തിലെ കുടുംബ അംഗങ്ങൾ ശത്രുത ഉണ്ടാവും തമ്മിൽ, ഇല്ലേ? ആങ്ങളെ പെങ്ങന്മാർ തമ്മിൽ ശത്രുത ഉണ്ടാവും. ഇതൊക്കെ നാട്ടിൽ നടക്കുന്ന കാര്യമാണ്. അതൊക്കെ അന്ധവിശ്വാസം എന്ന് പറയാൻ പറ്റുമോ? ശത്രുത ഉണ്ടെങ്കിൽ അതൊക്കെ ഓരോരുത്തരുടെ പ്രവൃത്തിയുടെ ഗുണം കൊണ്ട് സംഭവിക്കുന്നതാണ്. അപ്പോൾ ആ പ്രവൃത്തി ഗുണങ്ങൾ അല്ലെങ്കിൽ ദോഷങ്ങൾ എങ്ങനെ മാറ്റിയെടുക്കാം? അവരെ പിടിച്ച്, ശത്രുവിനെ പിടിച്ച് തല്ലാൻ പറ്റുമോ? പോയി അപ്പോൾ പിന്നെ പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങേണ്ടി വരും, ഇല്ലേ? അപ്പം ഇനി നമുക്ക് നേരമായിട്ട് ചെയ്യാവുന്ന ഭഗവാനോട് പ്രാർത്ഥിക്കാം. ഭഗവാനെ അവരുടെ ശത്രുദോഷങ്ങളൊന്നും മാറ്റി തന്നെയെന്ന്. അല്ലാണ്ട് അവന് കൂടോത്രവും മന്ത്രവാദവും ചെയ്ത് അവനെ ദ്രോഹിക്കാനല്ല. അതാണ് അന്ധവിശ്വാസം. ഭഗവാന്റെ അടുത്ത് പോയി, ക്ഷേത്രങ്ങളിൽ പോയി ഭഗവാനെ പ്രാർത്ഥിച്ചാൽ, അല്ലെങ്കിൽ ദേവിയെ പ്രാർത്ഥിച്ചാൽ ആ ദൈവാനുഗ്രഹം കൊണ്ട് നമുക്ക് പലതും നേടാൻ സാധിക്കും. അപ്പോൾ ശത്രുദോഷം ഇല്ലാണ്ടാക്കാൻ പറ്റും. അല്ലാതെ ശത്രുവിനെ കൊല്ലാനൊന്നുമല്ല. അപ്പോൾ ആൾക്കാർ പറയൂലേ ശത്രുദോഷം, ശത്രു സംഹാര പൂജ എന്നും പറഞ്ഞ്. ശത്രു സംഹാര പൂജ ക്ഷേത്രത്തിലൊക്കെ എഴുതി വെച്ചിട്ടില്ലേ? ശത്രുവിനെ സംഹരിക്കല്, ശത്രുവിനെ കൊല്ലാൻ. അങ്ങനെയാണെങ്കിൽ ഒരു പൂജ നടത്തിയാൽ മതിയല്ല, ഏതുവരെയാണെങ്കിലും കൊല്ലല്ല, ഇല്ലേ? മനുഷ്യന് അവന് ശത്രുതയുള്ള അവൻ്റെ പേരിൽ ഒരു ശത്രു സംഹാര പൂജ നടത്തിയാൽ മതി, ഇല്ലേ? അവനെ കൊല്ലാം. അത് നടക്കുമോ? ഇല്ല. അതാണ് അന്ധവിശ്വാസം. എന്നാൽ അവിടെ ശത്രു സംഹാര പൂജ എന്നല്ല പറയേണ്ടത്, ശത്രുതാ സംഹാര പൂജയാണ്. അത് ശത്രുത ഇല്ലാതാക്കല്. അതായത് അവന് നല്ല ബുദ്ധി ഉപദേശിക്കാൻ, അവൻ്റെ ശത്രുത എനിക്ക് വരാതിരിക്കാൻ, എന്നിലുള്ള ശത്രുത മാറിക്കിട്ടാൻ. അതാണ്. അല്ലാണ്ട് അവനെ കൊല്ലാനല്ല, ശത്രുവിനെ കൊല്ലാനല്ല. ആ ശത്രുവിൻ്റെ ദോഷം, അവൻ്റെ ഏതെങ്കിലും വിധത്തിലുള്ള ദോഷങ്ങൾ അവൻ്റെ ശത്രുത എനിക്ക് പല വിധത്തിലുണ്ടാവുമല്ലോ, ഇല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തൊഴിൽ സംബന്ധമായ എന്തെങ്കിലും കാര്യത്തിലോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിദ്യാഭ്യാസപരമായ കാര്യത്തിലോ, അല്ലെങ്കിൽ കുടുംബ സംബന്ധമായ കാര്യത്തിലോ ഒക്കെ ശത്രുതകൾ പലതും പല വിധത്തിൽ വരും. അപ്പൊ ആ ദോഷങ്ങൾ മാറാൻ വേണ്ടിയാണ് ഈ ശത്രുത സംഹാര പൂജയാണ്. അല്ലാണ്ട് ശത്രു സംഹാര പൂജയല്ല, ശത്രുത സംഹാര പൂജ. അത് ശത്രുത ഇല്ലാതാക്കല്, അത് തന്നെയാണ്. ഒരുവനുള്ള ആ ശത്രുത ഇല്ലാതാക്കണം, അത്രേ ഉള്ളൂ. അല്ലാതെ ശത്രുവിനെ കൊല്ലല്ല, സംഹരിക്കലല്ല കേട്ടോ. ഇതൊക്കെ അറിവില്ലാണ്ട് ഓരോരുത്തരും അങ്ങനെ പറയുന്നതാണ്. പല കാര്യങ്ങളും ക്ഷേത്രത്തിലും എഴുതി വെച്ചിട്ടുണ്ട്, ശത്രുത അല്ലെങ്കിൽ ശത്രു സംഹാര പൂജ എന്നൊക്കെ. അപ്പം ശത്രുവിനെ ഇതല്ല നമ്മുടെ വിഷയം. അതായത് ഒരു ദേവനെ, ഈ ഭഗവാനെ പ്രാർത്ഥിച്ചാൽ ശത്രുദോഷം അകന്നു പോകും. ആ ദേവൻ ആരാണ്? അതാണ് നമ്മുടെ മുമ്പിലുള്ള വിഷയം.
അത് മറ്റാരോ അല്ല, സാക്ഷാൽ തിരുച്ചെന്തൂർ മുരുകനെ ധ്യാനിച്ചു പ്രാർത്ഥിച്ചാൽ ശത്രുക്കൾ അടുക്കില്ല. സാക്ഷാൽ തിരുച്ചെന്തൂർ മുരുകനെ, അല്ലേ? മുരുകൻ, തിരുച്ചെന്തൂർ മുരുകനുണ്ട്. പഴനി മുരുകനെ പോലെ തന്നെ തിരുച്ചെന്തൂർ ഇരിക്കുന്നവർ, അതായത് മുരുകന് 6 പടൈ വീടിലാണ് മുരുകൻ ഇരിക്കുന്നത്. മുരുകന്റെ 6 പടൈ വീട്, 6 വീടുകളുണ്ട്, 6 ക്ഷേത്രങ്ങളുണ്ട്. പ്രധാനപ്പെട്ട മുരുകന്റെ ഒന്ന് പഴനി, മറ്റൊന്നാണ് തിരുച്ചെന്തൂർ. തിരുച്ചെന്തൂരിലിരിക്കുന്ന മുരുകൻ നമ്മളുടെ ശത്രുക്കളുടെ ശത്രുദോഷം നമ്മളിൽ ഇല്ലാതാക്കും. അപ്പൊ ശത്രുതാ സംഹാരമൂർത്തിയാണ് ഈ തിരുച്ചെന്തൂർ മുരുകൻ. ശത്രുതാ സംഹാരമൂർത്തിയാണ്. ശത്രുത സംഹരിക്കും, ശത്രുത ഇല്ലാതാക്കും. ആരാണ്? തിരുച്ചെന്തൂർ മുരുകൻ. അപ്പൊ തിരുച്ചെന്തൂർ മുരുകനെ, ഇത് തമിഴ്നാട്ടിലാണ് ഈ തിരുച്ചെന്തൂർ എന്നുള്ള സ്ഥലമുള്ളത്. തിരുച്ചെന്തൂർ മുരുകനെ നമ്മൾ മനസ്സിരുത്തി പ്രാർത്ഥിക്കുകയോ അവിടെ വഴിപാട് സമർപ്പിക്കുകയോ അവിടെ ക്ഷേത്ര ദർശനം നടത്തി അതേപോലെയുള്ള സുഹൃതം കിട്ടുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ ചെയ്താലോ നമ്മൾ ഉദ്ദേശിച്ച ഈ കാര്യം നടക്കും. അതായത് ശത്രുവിൻ്റെ ദോഷം നമ്മളിൽ നിന്ന് അകന്നു പോകും. ഭഗവാന്റെ സാന്നിധ്യം കിട്ടാൻ നല്ല പോലെ പ്രാർത്ഥിച്ചാൽ അത് നടക്കും, അത് ഉറപ്പാണ്. മറ്റു മുരുകന്മാരെ പോലെയല്ല തിരുച്ചെന്തൂർ മുരുകൻ. തമിഴ്നാട്ടിലെ തൂത്തുക്കുടി ജില്ലയിൽ തിരുച്ചെന്തൂരിലെ കടൽ തീരത്താണ് ഈ ക്ഷേത്രമുള്ളത്. തമിഴ്നാട്ടിലെ തൂത്തുക്കുടി എന്ന ജില്ലയിൽ തിരുച്ചെന്തൂരിലെ കടൽ തീരത്താണ്, തിരുച്ചെന്തൂർ എന്ന ഗ്രാമത്തിലെ കടൽ തീരത്താണ് ഈ തിരുച്ചെന്തൂർ മുരുകൻ കുടികൊള്ളുന്നത്. മുരുകന്റെ 6 പടൈ വീടുകളിൽ രണ്ടാമത്തേതാണ് ഈ ക്ഷേത്രം. 6 പടൈ ക്ഷേത്രങ്ങളിൽ രണ്ടാമത്തെ ക്ഷേത്രമാണ് ഈ തിരുച്ചെന്തൂർ ക്ഷേത്രം. മുരുകന്റെ 6 പട വീടുകളിൽ കടൽ തീരത്ത് കുടികൊള്ളുന്ന ഒരേ ഒരു ക്ഷേത്രമാണിത്. മറ്റേക്ക മുരുകൻ്റെയൊക്കെ ഇതാണ്, അതായത് മലമുകളിലൊക്കെ ആയിരിക്കുള്ളൂ മുരുകൻ്റെ ക്ഷേത്രം കൂടുതലും, ഇല്ലേ? കുന്നിൻ്റെ മുകളിലായിരിക്കും ഒരുവിധമുള്ള പ്രധാനപ്പെട്ട മുരുകക്ഷേത്രങ്ങളൊക്കെ കുന്നിൻ്റെ മുകളിലായിരിക്കാം. ചിലപ്പോൾ താഴെയും ചിലത് കണ്ടെന്ന് വരാട്ട. എന്നാൽ കടൽ തീരത്തുള്ള പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് തിരുച്ചെന്തൂർ മുരുകൻ്റെ തിരുച്ചെന്തൂരിലുള്ള കടൽ തീരത്തുള്ള മുരുകക്ഷേത്രം. അങ്ങനെ കടൽ തീരത്തുള്ള ഒരേ ഒരു ക്ഷേത്രമാണിത്. രാവിലെ 5 മണിക്ക് നട തുറന്നാൽ പിന്നെ രാത്രി 9 മണി വരെ അവിടെ നട അടക്കില്ല. അങ്ങനൊരു വിശേഷതയുണ്ട് അവിടെ. രാവിലെ 5 മണിക്ക് നട തുറന്നാൽ പിന്നെ രാത്രി 9 മണി വരെ നട അടക്കില്ല എന്ന പ്രത്യേകതയും ഈ ക്ഷേത്രത്തിനുണ്ട്. ഈ ഭഗവാൻ ശത്രുവിൻ്റെ ദോഷത്തെ സംഹരിച്ച് നമ്മളെ ശത്രുവിൽ നിന്നും രക്ഷപ്പെടുത്തും. അങ്ങനെ ശത്രുവിൻ്റെ ദോഷത്തെ സംഹരിക്കും. നമ്മളിലുള്ള ശത്രുവിൻ്റെ ദോഷത്തെ സംഹരിച്ച് നമ്മളെ മുക്തിയാക്കും ഈ ഭഗവാൻ. അപ്പം ശത്രുതാ സംഹാരമൂർത്തിയാണ് ഈ തിരുച്ചെന്തൂർ മുരുകൻ. അപ്പം തിരുച്ചെന്തൂർ മുരുകനെ നമ്മൾ ഭക്തിയോടുകൂടി പ്രാർത്ഥിക്കുകയും ക്ഷേത്ര ദർശനം നടത്തുകയും അതേപോലെയുള്ള വഴിപാടുകൾ ചെയ്യുകയും ചെയ്താൽ തിരുച്ചെന്തൂർ മുരുകൻ്റെ അനുഗ്രഹത്താൽ ശത്രുദോഷങ്ങൾ നമ്മളിൽ നിന്നും അകന്നു പോകും. വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് എന്നെ വിളിക്കാവുന്നതാണ്.